ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയാൻ പോകുന്നത് ഇന്ത്യയുടെ മിസൈൽ മാനായ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. എന്താണ് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, യൂട്യൂബിലൊക്കെ നമ്മൾ മൈത്രയൻ എന്ന് പറയുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ കാണാറുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം കടന്നു വരും. രാഷ്ട്രീയം പറയാതെ ഈ ഒരു വിഷയം പറയാൻ പറ്റുകയുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് മൈത്രയൻ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞത്. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, കഞ്ചാവ് വലിക്കുന്നവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ അത് APJ അബ്ദുൽ കലാം ചെയ്ത അത്രയൊന്നും ആവില്ല എന്നതാണ്. എന്താണ് APJ അബ്ദുൽ കലാം ചെയ്ത ദ്രോഹം എന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. 2020 ആവുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാവണം എന്ന് കൊതിച്ച് ഒരുപാട് രാപ്പകൽ പണിയെടുത്ത ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു ദ്രോഹമായി തീരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് മൈത്രയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ രാഷ്ട്രീയം പുറത്തേക്ക് വരുന്നത്. മൈത്രയൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു സംഭവമാണ് എന്ന് പൊക്കിപ്പിടിച്ച് നടക്കുന്നവരെല്ലാം തന്നെ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. മൈത്രയനും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഇത് പറയുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയം പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ, APJ അബ്ദുൽ കലാമിന്റെ വഴിത്തിരിവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം രാഷ്ട്രപതി ആവുന്നതിന് തൊട്ടു മുമ്പെയുള്ള ദിവസങ്ങളെ കുറിച്ച് വിവരിക്കുന്നത് ആ പുസ്തകത്തിലെ 2ാമത്തെ അധ്യായത്തിൽ അണ്ണ യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന്റെ 9ാമത്തെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അണ്ണ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം 2002 ജൂൺ 10 ഒരു പ്രഭാഷണം നടത്തുന്നു. പ്രഭാഷണത്തിന്റെ പേര് വിഷൻ ടു മിഷൻ എന്നാണ്. ആ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വരുന്നു. അങ്ങനെ റൂമിലുള്ള ഒരാൾ പറയുന്നു, അദ്ദേഹത്തിനെ തിരക്കി ഒരുപാട് കോള് ലാൻഡ് ഫോണിലേക്ക് വന്നിരുന്നു എന്ന്. അങ്ങനെ അപ്പം തന്നെ വീണ്ടും ഒരു കോള് വരുന്നു, ലാൻഡ് ഫോണിലേക്ക് തന്നെ കോള് വരുന്നു. അദ്ദേഹം ആ കോള് അറ്റൻഡ് ചെയ്യുന്നു. മറുവശത്തുനിന്ന് പറയുന്നു, നിങ്ങളുമായി പ്രധാനമന്ത്രിക്ക് ചിലത് സംസാരിക്കാനുണ്ട് എന്നാണ്. അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അങ്ങനെ മറുവശത്തുനിന്ന് പറയുന്നു, ഞാൻ പ്രധാനമന്ത്രിക്ക് ഫോൺ കൈമാറുകയാണ് എന്ന്. ഇതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെതായിരുന്നു. നായിഡു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുമായി പ്രധാനമന്ത്രിക്ക് ഒരു സുപ്രധാന കാര്യം സംസാരിക്കാനുണ്ട്, ദയവ് ചെയ്ത് പറ്റില്ല എന്ന് മാത്രം പറയരുത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ വാജ്പേയി അദ്ദേഹത്തിന് ഫോണിലൂടെ സംസാരിച്ച് തുടങ്ങിയിരുന്നു. ഹലോ കലാം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നു. അബ്ദുൽ കലാം പറയുന്നു, സുഖമായി പോകുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി പറയുന്നു, ഞങ്ങളിപ്പോൾ ഘടകകക്ഷിയുടെ മീറ്റിംഗ് കഴിഞ്ഞാണ് പുറത്തിറങ്ങുന്നത്. അങ്ങയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി നിയമിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണെന്ന് APJ അബ്ദുൽ കലാമിനെ അറിയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, വാജ്പേയി ജി, അങ്ങനെയാണ് അബ്ദുൽ കലാം അടൽ ബിഹാരി വാജ്പേയിനെ വിളിക്കാറുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങ് എനിക്കൊരു 2 മണിക്കൂർ സമയം തരണം, എനിക്കൊരു തീരുമാനമെടുക്കാൻ എന്ന് പറയുന്നു. അങ്ങനെ വാജ്പേയി പറയുന്നു, ശരി, പക്ഷേ നോ എന്ന് മാത്രം പറയരുത് എന്നും പറയുന്നു. അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ 30ഓളം സുഹൃത്തുക്കളെ വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. അവരെല്ലാം പോസിറ്റീവായിട്ട് അബ്ദുൽ കലാമിനോട് സംസാരിക്കുന്നു. മാത്രവുമല്ല, 2020 ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറുന്നത് ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങേക്ക് ഇതിലൂടെ കഴിയും എന്നും അവർ പറയുന്നു. മറ്റു ചിലർ ഇത്രയും വലിയ റിസ്ക് എടുക്കണോ എന്നും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗവും അദ്ദേഹം രാഷ്ട്രപതിയാവണം എന്ന മോഹത്തോടെ അദ്ദേഹത്തോട് സംസാരിച്ചവരായിരുന്നു. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം വാജ്പേയി അബ്ദുൽ കലാമിനെ വീണ്ടും വിളിക്കുന്നു. അബ്ദുൽ കലാം പറയുന്നു, എനിക്ക് രാഷ്ട്രപതിയാവാൻ സമ്മതമാണ് എന്ന്. ശരി, ഞങ്ങൾ എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമാണ്, അങ്ങേക്ക് ഒരു എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതിന് ഒരുപാട് പണികൾ വേറെയുമുണ്ട്. ഞാൻ പ്രതിപക്ഷമായി സംസാരിക്കേണ്ടതുണ്ട് എന്നൊക്കെ അബ്ദുൽ കലാമിനോട് പറയുന്നു. അബ്ദുൽ കലാം ശരി എന്ന് പറയുന്നു, ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് അടൽ ബിഹാരി വാജ്പേയി സംസാരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ സോണിയാഗാന്ധിയുമായിട്ടാണ്. സോണിയാഗാന്ധി ചോദിക്കുന്നു, ദേശീയ പാർട്ടിയുടെ തീരുമാനമാണോ ഇത്? എല്ലാവരും കൂടിയെടുത്ത തീരുമാനമാണോ? എല്ലാവർക്കും സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. വാജ്പേയി പറയുന്നു, അതെ, ഞങ്ങളുടെ ഘടകകക്ഷികളടക്കമുള്ള എല്ലാവരുടെയും തീരുമാനമാണ് അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കണം എന്നുള്ളത്. അങ്ങനെ സോണിയ കോൺഗ്രസിലെ മറ്റു നേതാക്കളുമായി ചർച്ച ചെയ്യുന്നു. സോണിയയുടെ അഭിപ്രായം വാജ്പേയി അറിയിക്കുന്നു. അബ്ദുൽ കലാമാണ് സ്ഥാനാർത്ഥിയെങ്കിൽ
ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന് വേണ്ടി മത്സരിക്കില്ല എന്ന് പറയുന്നു. പിന്നെയുള്ളത് ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ തീരുമാനമാണ്. അവർ APJ അബ്ദുൽ കലാമിനെ അംഗീകരിച്ചില്ല. അവർ അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. അതും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരുപാട് പേർക്ക്, ഒരുപാട് കുരുന്നു മനസ്സുകളിൽ സ്വപ്നം പൂവിടിപ്പിച്ച അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വം. 1000 സുഹൃത്തുക്കൾക്ക് തുല്യമാണ് ഒരു നല്ല പുസ്തകം എന്ന് ആളുകളെ പഠിപ്പിച്ച മഹാനായ വ്യക്തി. ആ വ്യക്തിയെക്കുറിച്ചാണ് മൈത്രേയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഞ്ചാവ് വലിച്ച് ബോധമില്ലാതെ നടക്കുന്നവരുമായി ഉപമിക്കുന്നത്. ഇതെല്ലാം കേരളത്തിൽ മാത്രമേ നടക്കൂ എന്നതാണ് പറയാനുള്ളത്. മാത്രവുമല്ല, ഇത്തരം ചിന്താഗതിക്കാരെ വാനുവോളം പുകഴ്ത്തി അവരെ പൂവിട്ട് പൂജിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നവരും ഇത്തരം മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കഞ്ചാവ് ബിസിനസിന്റെ ഒരു പരസ്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്, അതോ APJ അബ്ദുൽ കലാം ഇന്ത്യയിൽ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമമാണോ ഇത്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും APJ അബ്ദുൽ കലാം 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്ത്യയുടെ മഹത് വ്യക്തിത്വങ്ങളിൽ ഒരു പേരായി അദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണ ലിപികളിൽ തന്നെ തെളിഞ്ഞു നിൽക്കും എന്ന് മാത്രം പറയട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.